നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ നേരത്തെ ഈ ഒരു പീലറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഇത് യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുകയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ലെങ്ത് ഉള്ള ഒരു വീഡിയോയാണ്, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പീലർ. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഞാനിതൊന്നുകൂടി ഒന്ന് ഓണാക്കി കാണിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടില്ലായിരുന്നു കുറച്ച് ബോട്ടിലുകളിൽ കണ്ടത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബോട്ടിലുകളാണ് നമ്മളാ കണ്ടത്, ഒരു 3-4 ബോട്ടിൽ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് പീൽ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ ചേർത്തിട്ടുള്ള ഈ ഇഞ്ചികൾ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി കണ്ട ഇതുപോലെയൊക്കെയുള്ള ഇഞ്ചി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഴിവുള്ള ഭാഗമൊന്നും അത് പീലായി വരില്ല. അപ്പം ഇപ്പം ഞാൻ ചേർക്കുന്ന ഇഞ്ചി കണ്ടോ, ഇത്രയും ഇഞ്ചി ഇതിലിട്ടാലും ഇത് വർക്കാകില്ല. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് നമ്മൾ എങ്ങനെയാണിത് വർക്ക് ആയി ഒന്ന് കാണിച്ചു തരികയാണ്. ഇവിടെ ചെറിയൊരു ഹോളുണ്ട്, ഇതിലേക്ക് നമ്മൾ ഈ ഒരു സംഭവം ആക്കി കൊടുക്കണം. അപ്പോഴാണിത് നല്ല ഫിറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പം ഈ ഇത്രയും ഇഞ്ചി ഇതിൽ ശരിയാകത്തില്ല, ഇത്രയും ഇഞ്ചി നമ്മൾ ഇടാൻ പാടില്ല. ഞാൻ ഇട്ടൊന്ന് കാണിക്കുന്നതാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഈ ഒരു പീലറിൻ്റെ മോട്ടർ, ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വയ്ക്കുന്നത്. പിന്നെ ഇവിടെ ജോബ് ഡിസ്ചാർജ്, ഇങ്ങനെ 2 ബട്ടനൂടെ ഈ മോട്ടറിലുണ്ട്. നമ്മൾ ആ ജോബിൽ അമർത്തുമ്പോൾ വർക്കാകും, ഓണാകുന്നുണ്ടാകും. പിന്നെ ഡിസ്ചാർജിലാകുമ്പം ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തു കൂടെ നമുക്കിത് വെളിയിലേക്ക് ഇത് വരും. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പം ഞാനിവിടെ ഈ ജോബിൽ അമർത്തുകയാണ്. പിന്നെ നമ്മുടെ പീലർ ഇവിടെ ഓണായിട്ടുണ്ട്. പീലറിൻ്റെ ജോലി അത് തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി തോല് പോയിട്ട് കുറച്ച് തോല് ഞാനവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വീഴുന്നുണ്ട്. ഇപ്പുറത്ത് ഇവിടെ ഒരു ബൗളുണ്ട്, അതിലേക്കിത് ആയിട്ട് ഒരു സ്റ്റോർ ആകുന്നുണ്ട്. അതിലേക്കത് തോല് അവിടേക്കാണത് വീഴുന്നത്. അപ്പം ഞാനിതൊരു 1 മിനിറ്റോളം ഞാനിത് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ഇഞ്ചി അതിൽ പറ്റത്തില്ലായിരുന്നു, ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 1 മിനിറ്റ് ഞാനത് ഓണാക്കി നോക്കിയപ്പോൾ ഈ ഇഞ്ചി എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതേപോലെ നിരപ്പായിട്ടുള്ള ഭാഗം ഇതിപ്പോൾ ഞാൻ കാണിച്ചില്ലേ കുഴിവുള്ള ഭാഗം, ഈ ഭാഗം നമുക്ക് ഒരിക്കലും ഇതിൽ പീൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാനത് ഒന്നുകൂടി 1 മിനിറ്റ് അല്ലേ ഇപ്പോൾ ചെയ്തുള്ളൂ, ഒന്നുകൂടി ഞാനതൊന്ന് ഇട്ട് നോക്കുകയാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ആ ഭാഗം നമ്മൾ കത്തി കൊണ്ട് തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ചെയ്യുന്ന സമയത്തും അങ്ങനെയല്ലേ, കത്തി കൊണ്ട് നമ്മൾ ചെയ്യുമ്പം നേരെ നല്ല ലെവലുള്ള ഭാഗം ചെയ്യും പോലെ ഇഞ്ചി അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക്. ഞാൻ പിന്നീട് ഞാനത് ഇഞ്ചി ഞാൻ തന്നെ അത് ചെയ്ത് കാണിക്കുന്നുണ്ട് കത്തി കൊണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇട്ടിട്ട് എടുത്തതാണ്. ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ലെവലായിട്ടുള്ള ഇഞ്ചി ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, പിന്നെ അവിടെ ഈ കുഴിവുകളുള്ള ഭാഗം നമുക്കത് ക്ലീനായി വരില്ല. അത് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലുള്ള ഭാഗം ഇതിൽ അത്ര ക്ലിയറായി നമുക്ക് കിട്ടത്തില്ല. മറ്റുള്ളതിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു ചെറിയ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ കുഴിവുള്ള ഭാഗമൊക്കെ നമുക്കിതൊന്ന് കട്ടായി മാറുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആ കമൻറ്റിൽ ഞാൻ കണ്ടത് അവർ പറയുന്നത് ഇതിന് ഒരുപാട് സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് ഇത്രയും ഒരു സാധനം വെക്കാനായിട്ട് ഒരുപാട് സ്ഥലം, അതെങ്ങനെയാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ തോല് ഇവിടെ ഈ പരിസരത്തൊക്കെ ആകുന്നുള്ളത്, അതും എനിക്ക് പിടികിട്ടാത്തൊരു സംഭവമാണത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇതുപോലെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിലേക്ക് അത് വീഴും. അപ്പം ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അടുത്തൊരു ബാച്ച് ഞാനിതുപോലെ ഒന്ന് ഓണാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതെനിക്ക് ഒരുപാട് നാളത്തേക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ വീട്ടിൽ ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇഞ്ചി വേസ്റ്റായി പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് കൂടെ മാത്രമേ ഇത് വരുള്ളൂ, അല്ലാതെ ഇതൊന്നും പുറത്തൊന്നും അവിടെയൊന്നും ഇത് ആകില്ല. കണ്ടോ, ഈ പാത്രത്തിലേക്കാണ് വീഴുന്നത്. പിന്നെ നമ്മൾ ഞാനിപ്പം ഈ അത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് ഏകദേശം 3 ദിവസം കൊണ്ടാണ്. ഞാനല്ലാതെ മോനാണ് എനിക്ക് പീൽ ചെയ്ത് തന്നത്. കാരണം അത് നല്ല സുഖമുള്ളൊരു കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പുള്ളിയോട് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് ചെയ്തു തന്നു. നോക്കിക്കേ, ഇതിപ്പം എന്താണ് ഇതിൻ്റെ പ്രശ്നം? നല്ല ഭംഗിയായിട്ട് തന്നെ ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഴിവുള്ള ഭാഗം ക്ലിയർ ആയിട്ടില്ല. കണ്ടോ, ഇനി നമ്മളിത് ഒന്നുകൂടി
ഇതിപ്പോൾ ഞാൻ ഏകദേശം 1 മിനിറ്റ് ഞാനിത് ഓണാക്കിയിട്ടുള്ളൂ. ഇനി നമ്മളിത് ഒന്നുകൂടി ചെയ്യുമ്പോൾ ഇത് നല്ല ക്ലിയറായി തന്നെ നമുക്കിത് കിട്ടും. കണ്ടോ, ആ കുഴിവുള്ള ഭാഗം അതേപോലെ തന്നെയുണ്ട്. ദേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം ഇത് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോന്നി കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം, ഇത് ക്ലിയറായി വരുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അങ്ങനെ ചെയ്ത് വെച്ച് നമുക്കിവിടെ വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇത്രയും കൂടുതലൊന്നും നമ്മൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാകുമ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം ഞാൻ ഇത്ര കൂടുതൽ പേസ്റ്റാക്കി വെക്കുന്നതാണ്. അപ്പോഴാണ് ഈ കമൻറ്റ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടി ഇതൊന്ന് ഈ വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് അത് ഞാൻ ക്ലിയർ ആക്കി തരണമല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഇത് ചെയ്യുകയാണ്. പിന്നെ ഞാനിത് വാങ്ങിയിട്ടൊരു 3 മാസമായി കേട്ടോ. ഇതുവരെ എനിക്കിതിനൊരു കംപ്ലയിൻറ്റ് പറയാനായിട്ടില്ല. എല്ലാം എനിക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തുണി വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് പോലെ കൈകൊണ്ട് കഴുകുന്നത് പോലെ വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോൾ ക്ലിയർ ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഒരു പക്ഷേ കാണുമായിരിക്കും. ഇതാ നോക്കിക്കേ, ഇപ്പം ഞാനൊരു 2 മിനിറ്റോളം ഇത് ചെയ്തെടുത്തതാണ്. ഈ കുഴിവുള്ള ഭാഗം നമുക്ക് ക്ലിയറായി വരത്തില്ല, ഇത് പീലാകത്തില്ല. കണ്ടോ, ഇത് ഞാൻ കത്തി കൊണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കത്തി കൊണ്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ അല്ലേ ചെയ്യുന്നത്. ഈ കുഴിവുള്ള ഭാഗങ്ങൾ നന്നായിട്ട് കത്തിയുടെ ചുണ്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ മുന കൊണ്ട് നമ്മൾ അത് കുത്തിയെടുത്ത് കളയല്ലേ ചെയ്യാറുള്ളത്. അത് നമ്മൾ ഇവിടെയും ചെയ്യണം. ഇതിൻ്റെ ബ്ലേഡ് നോക്കൂ, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ല ഇത് നമ്മളെ കത്തി പോലെ അല്ല ഇരിക്കുന്നത്. കണ്ടോ, നേരെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രമേ ഇതിൽ പീലാവുകയുള്ളൂ. അപ്പോൾ ഇതെനിക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ പീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റി. അത് നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ചാർജ് ഇങ്ങോട്ടിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം കത്തി കൊണ്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇഞ്ചി വൃത്തിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ലെവലായിട്ടുള്ള ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ കത്തി കൊണ്ട് ചെയ്യുക. അതേ സമയത്ത് ഈ കുഴിവുള്ള ഭാഗം നമ്മൾ നോക്കൂ, കത്തി കുറച്ചൊന്ന് ചരിച്ച് പിടിക്കുന്നുണ്ട്. കണ്ടോ, അതവിടെ ക്ലിയറായി വന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതുപോലെയാണ് നമ്മൾ ലെവലായിട്ടുള്ള ഭാഗം ചെയ്യുന്നത്. കുഴിവുള്ള ഭാഗം ഇങ്ങനെ കത്തി ചരിച്ച് പിടിക്കുന്നു. ഈ ഒരു സിസ്റ്റം നമ്മുടെ ഈ പീലറിനില്ല. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ബ്ലേഡ് പോയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം ഇഞ്ചി ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇനി അടുത്ത വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനായിട്ട് വാങ്ങിയ വെളുത്തുള്ളിയാണ്. കാരണം എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 2 കിലോയെക്കാട്ടിലും ഉണ്ട്. ഒരു 2-2.5 കിലോ ഞാൻ ഇഞ്ചി ഇതിനകത്ത് പീൽ ചെയ്തെടുത്തതാണ്. മോനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇഞ്ചി കേടായി പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിന് ചേരുന്ന വെളുത്തുള്ളിയും കൂടെ, പക്ഷേ വെളുത്തുള്ളി ഞാൻ കൈ കൊണ്ടാണ് ചെയ്തത്. കാരണം എന്താണെന്ന് അറിയാമോ, ഞാൻ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് വെളുത്തുള്ളിയുടെ തോല് കളയാറില്ല. ഇത് കണ്ടോ, ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഈ പീലറിലിട്ടാൽ അത് നന്നായിട്ട് പീലായി വരില്ല. കൈ കൊണ്ടാണെങ്കിൽ തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് തോല് കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടില്ലേ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ചെറിയ അല്ലിയാണ്. ഈ ചെറിയ അല്ലി വെളുത്തുള്ളി വാങ്ങിയാലും ഇതിനകത്ത് അത്ര നല്ലതായി വരില്ല. കാരണം ആ ഡിസ്ചാർജിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിലേക്കൂടെ ഇതിങ്ങി പോരും. 1-2 എണ്ണമെങ്കിലുമൊക്കെ ഇനി വീട് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത് നോക്കൂ, ഈ ചെറിയ അല്ലി ഒരു പ്രശ്നം തന്നെയാണ്. അത് 1-2 എണ്ണം ഞാൻ കാണിച്ചു തരാം, ഇതിൽ കൂടെ ഇങ്ങി പോരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് കുറച്ച് ഉണങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പം ഞാൻ ആ ഷോപ്പിൽ ഇതേ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് വാങ്ങി പോരുകയാണ് ചെയ്തത്. കാരണം എനിക്കിത് ആവശ്യം ഉണ്ടായിട്ടല്ല, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിത് വാങ്ങിയതാണ്. ഇഞ്ചിയും അതെ, വെളുത്തുള്ളി അതെ. കാരണം വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ നേരത്തെ ഞാൻ ഇതിനകത്ത് തന്നെ പീൽ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമുക്കിപ്പോൾ ഒരു ദിവസത്തേക്കോ ഒരു നേരത്തൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പീലർ ഉപയോഗിക്കരുത്. ഇത് നോക്കിക്കേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വെളുത്തുള്ളിയുടെ തോല് മാറി, വെളുത്തുള്ളിക്ക് നല്ലൊരു വൈറ്റ് കളർ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, തോലിങ്ങ് മാറിയിട്ട് കളർ ഇതുപോലെ ഓരോന്നൊക്കെ ഇങ്ങി വന്ന് വീഴും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം വലിയ വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വലിയ അല്ലിയായിരുന്നത്. അത് നല്ലതായിരുന്നു. അത് ഇതുപോലെ ഒരുപാട് ഒന്നും വീടില്ല, നമുക്ക് എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട് അതിന് കളർ മാറിയിട്ട് വെളുത്തുള്ളിയൊക്കെ ഏകദേശം എല്ലാ വെളുത്തുള്ളിയുടെയും തോല് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പീലറിൻ്റെ ചാർജ് ഇവിടെ തീർന്നു. അതാണ് ഞാൻ പ്രസ് ചെയ്തിട്ട് ഓൺ ആകാത്തത്. ഇനി നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഇത് ചാർജ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ എടുക്കും. നോക്കിക്കേ, ഈ വെളുത്തുള്ളി നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം ഇതിൻ്റെ തോല് പോയി കിട്ടിയില്ല നമുക്ക്. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കിടക്കും കേട്ടോ. അത് നമ്മൾ അടുത്തൊരു ബാച്ച്
ഇടുന്ന സമയത്ത് നമ്മൾ അതുകൂടി ചേർത്തിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തേക്കുള്ളൂ നമ്മൾ ഇതിനകത്ത് പീൽ ചെയ്തത് ശരിയാണ്. ഇത് കഴുകിയെടുക്കാനൊക്കെ നമുക്കൊരു മെനക്കേടല്ലേ അത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ഇതൊക്കെ ഞാൻ ചെറിയ ഉള്ളി ഇതൊക്കെ ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നൊരു 15 വർഷം കൊണ്ട് ഞാനിങ്ങനെ പീൽ ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് കേട്ടോ. അതായത് കൈ കൊണ്ട്. ഇപ്പോഴാണ് ഞാനത് വാങ്ങിയത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായ ഉപയോഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഒരിക്കലും. എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വാങ്ങാമല്ലോ, നിങ്ങൾക്ക് ഉപയോഗം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു കമൻറ്റ് കണ്ടപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോയുമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഡിസ്ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ചാർജ് ഇല്ല. അതുകൊണ്ട് ഞാനത് ചാർജ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമേ ബാക്കിയുള്ളായിരുന്നു. നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് മാത്രം ബാക്കിയാണ്. അപ്പോൾ 2 മണിക്കൂർ എടുത്തു ഇത് പീലായി വരാനായിട്ട്, ഇത് ചാർജായി വരാനായിട്ട്. ഇതാ ഇവിടെ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. ഇതിപ്പോൾ ഇതുപോലെ ഇവിടെ ചാർജിൻ്റെ അവിടെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് 2 മണിക്കൂർ എടുക്കും. ആ റെഡ് ലൈറ്റ് കാണുന്നില്ലേ, അത് മാറിയിട്ട് ഇപ്പുറത്ത് ആ ഗ്രീൻ ലൈറ്റ് വരും. അപ്പോൾ അത് ചാർജ് ആകും. പക്ഷേ ഒരു അരമണിക്കൂറേ ഇരിക്കുകയുള്ളൂ കേട്ടോ. അരമണിക്കൂർ കൊണ്ട് ഈ ചാർജ് തീരും. പിന്നെ വീണ്ടും നമ്മൾ ചാർജ് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ ചാർജ് ചെയ്ത് വെച്ചില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി എനിക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉള്ളി ഞാൻ അങ്ങനെ ഇതിനകത്ത് ചെയ്യാറ്. ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ഇത് ഡിസ്ചാർജിൻ്റെ ബട്ടൺ അമർത്തി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് സംഭവം. പിന്നെ ഞാൻ അന്നത് വെച്ചിട്ട് പിന്നെ എനിക്ക് ആവശ്യം വന്നില്ല. വരുന്ന സമയത്ത് ഒരുമിച്ച് ഇത് ചെയ്യും. ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഞാൻ ഒരുമിച്ച് പീൽ ചെയ്ത് വെച്ചിട്ട് ഇത് കഴുകി ഉണക്കി വൃത്തിയായിട്ട് വയ്ക്കും. പിന്നെ അടുത്ത ചിലപ്പം 15 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇതേ കണ്ടോ. പക്ഷേ ഇതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന വെളുത്തുള്ളി ഞാൻ കൈകൊണ്ട് പൊളിക്കാൻ നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഉണങ്ങിയത് കൊണ്ടും ഈ ചെറുതായതുകൊണ്ടും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് അധികം പൊളിച്ച് വെച്ചിട്ടില്ല. ഞാൻ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. കാരണം അത്രയും മോശമായിട്ടുള്ളൊരു വെളുത്തുള്ളി ആയിരുന്നത്. നോക്കൂ, ഇതിനകത്ത് നിന്ന് ഇത്രയും ക്ലിയറായിട്ട് എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത്. പിന്നെ ഇതെങ്ങനെയാണ് ഇത് മോശമാകുമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരത് യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കത് റെഡിയായി കിട്ടുക. എനിക്കതേക്കുറിച്ച് അറിയില്ല എന്താണ് സംഭവമെന്ന്. കണ്ടോ, ഇടയ്ക്കൊക്കെ ഓരോ വെളുത്തുള്ളി കിടപ്പുണ്ട്. അത് നമ്മൾ വീണ്ടും അടുത്തത് ഇട്ട് കൊടുക്കുമ്പോൾ ആ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇത് പേസ്റ്റാക്കി നേരത്തെ വെച്ചതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഇഞ്ചി ഇതിനായിട്ട് ഞാനൊരു 1/4 കിലോ ഇഞ്ചി വാങ്ങി കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. കാര്യം എനിക്ക് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് കുറേ എൻ്റെ ആവശ്യത്തിന് ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമുക്ക് കാണാം അത്. പിന്നെ വെളുത്തുള്ളി ആണെങ്കിലും അതുണ്ട്. ഇഞ്ചി ഞാൻ പറഞ്ഞില്ലേ കുറേ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരുപാട് നമ്മൾ വെച്ചിരുന്നാലും കേടാപ്പോൾ ഇത്ര സംഭവം ഞാനിവിടെ ഇത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിന് ഞാൻ ഒരു അന്ന് എൻ്റെ കയ്യിൽ സിപ്ലോ കവർ ഇല്ലായിരുന്നു. ഇത് പിന്നെ ഓർഡർ ചെയ്തിട്ട് നല്ല ഫുഡ് ഗ്രേഡ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത്രയും കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. എനിക്ക് വീട്ടിലിട്ട് കിട്ടിയ നല്ല ഇഞ്ചി വേസ്റ്റായി പോകരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് വയ്ക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ സിപ്ലോ കവറിലാക്കുന്നതിൻ്റെ കാരണം ഫ്രീസറിൽ വെക്കാനായിട്ട് സൗകര്യമുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള വീഡിയോയും എടുത്തായിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോ ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്നുമില്ല, ഇതേപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ വയ്ക്കുന്നു. അപ്പോൾ ഇത്ര വലിയൊരു കവറ് വേണ്ടിയിരുന്നില്ല. ഒരു 1/4 കിലോ കൊള്ളുന്ന ഒരു കവറ് മതിയായിരുന്നു. എനിക്ക് കിട്ടിയത് ഇതുപോലത്തെ കവറാണ്. പക്ഷേ അതിൽ തന്നെ 3 സൈസ് കവറുണ്ടായിരുന്നു. അതിലേറ്റവും ചെറുതാണിത്. അപ്പം ഞാനിതിലേക്കിത് നിറച്ചെടുക്കട്ടെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട്. അപ്പം എൻ്റെ കണ്ണിന് ഒരു സർജറി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു മാസക്കാലത്തേക്ക് നിങ്ങളുടെ കമൻറ്റിനൊന്നും റിപ്ലൈ തരാൻ പറ്റുന്നതല്ല. 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാം. എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് നിങ്ങളടുത്തൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കമൻറ്റിന് റിപ്ലൈ കണ്ടില്ലെങ്കിൽ ചിന്തിക്കത്തില്ലേ, ചേച്ചി ഇതാ കമൻറ്റിനൊന്നും റിപ്ലൈ തരുന്നില്ല എന്ന് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ സിപ്ലോ കവറിൽ ഇത് നിറയ്ക്കുന്നുണ്ട്. ഒരു ബോട്ടിൽ നിറച്ച് തീർന്നിട്ടുണ്ട്. അടുത്തൊരു ബോട്ടിലെടുത്തു. ഇത്രയും വലിയ കവറിൻ്റെ ആവശ്യമില്ലായിരുന്നു. കുറച്ചും കൂടെ ചെറുതാണെങ്കിൽ നമ്മുടെ ഫ്രീസറിലും സൗകര്യത്തോടെ ഇരുന്നു. ഇതിപ്പോൾ ഞാൻ നിറച്ചെടുത്തു.
അതിൻ്റെ സിബ് ലോക്ക് ചെയ്യുന്നത് ഇത് കാണിക്കാൻ പറ്റില്ല, അടുത്ത കവറിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കിതിൽ കുറച്ച് എയർ കയറിയിട്ടുണ്ട്. ഈ എയർ നമുക്ക് പുറത്ത് കളയണം. ഇത് കുറച്ചൊന്ന് തുറന്നിട്ട് നമുക്ക് ഇതിലെ എയർ അങ്ങ് പുറത്തേക്ക് കളയാം. അല്ലെങ്കിൽ ഈ സംഭവം ചിലപ്പോൾ ചീത്തയാകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇത്ര കൂടുതലൊന്നും ഒരിക്കലും ഇങ്ങനെ ഇത് സ്റ്റോക്ക് ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് അധികം ഇഞ്ചി കിട്ടിയതും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. അല്ലാതെ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ ഒരുപാട് നാൾ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ ഇഞ്ചിക്കും വെളുത്തുള്ളി പേസ്റ്റിനും ഒക്കെ നല്ല ചിലവ്. ഒരുപാട് ഉരുളക്കിഴങ്ങ് കറിയിൽ, അതേപോലെ തന്നെ തക്കാളി കറിയിൽ, ചിക്കൻ കറിയിൽ ചിലതിലൊക്കെ ചതച്ച് ചേർക്കും, ചിലതിൽ ഇത് ചേർക്കും കേട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ട് ഞാൻ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഡബിൾ ലോക്കാണ്. നമ്മളിത് വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഇത് നോക്കി തന്നെ വാങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീസറൊക്കെ നമുക്ക് കേടാകാനുള്ള സാധ്യതയുണ്ട്. അഴുക്കൊക്കെ ആയിട്ട് വൃത്തികേടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങുമ്പോൾ ഈ ഡബിൾ ലോക്ക് തന്നെ നോക്കി വാങ്ങുക. ഫുഡ് ഗ്രേഡ് അത് നോക്കി തന്നെ വാങ്ങണം കേട്ടോ. അപ്പോൾ അടുത്തൊരു 2 ബോട്ടിൽ ഞാൻ നിറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-2.5 കിലോ ഒക്കെ വരുമെന്ന് തോന്നുന്നുണ്ട്. ഇതെനിക്ക് തൂക്കമൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതിലൂടെ നിറയ്ക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കമൻ്റ് ഇടാനായിട്ട് മറന്നു പോകരുത്. ഇതുപോലെതാ ഇങ്ങനെ സൂക്ഷിച്ച് തന്നെ നമ്മളത് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് എയറൊക്കെ പുറത്ത് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ എയറായിട്ട് അത് ചിലപ്പോൾ ഒരുപാട് സ്ഥലവും നമ്മുടെ ഫ്രീസറിൽ പോകും. അതുപോലെ തന്നെ നമുക്ക് കേടാകാനുള്ള സാധ്യതയും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ 2 ഈ ലോക്കും ഈ സിബും നമുക്കിതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക, എയറൊക്കെ കളഞ്ഞിട്ട്. പിന്നെ നമ്മൾ നോക്കുക, കണ്ടോ ഇത് ഒട്ടും തന്നെ നമുക്കത് ലീക്കാകത്തില്ല. കണ്ടോ ഞാൻ ഇതിൻ്റെ ഈ സിപ്ലോ കവറിൻ്റെ ഇത് ഞാൻ കാണിക്കാം. കുറച്ചുകൂടെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാണിക്കുന്നുണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. ഇതായിപ്പം നല്ല സെറ്റായിട്ട് നമുക്കിത് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വയ്ക്കുമ്പം ബോട്ടിലിനെക്കാട്ടും നമുക്ക് നന്നായിട്ട് ഫ്രീസറിൽ ഇരുന്നോളും. അതുകൊണ്ടാണ് ഈ സിപ്ലോ കവറിനെ ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്ക് വലിയ താല്പര്യമുള്ളൊരു സംഭവമല്ല കേട്ടോ ഇത്. ഗ്ലാസിൻ്റെ ജാറുകളാണ് എനിക്കിഷ്ടം. ഇത് ഈ ബോട്ടിലാണ് ഞാൻ ഫ്രിഡ്ജിൽ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത്. ഈ ഒരു ബോട്ടിൽ നിറച്ചും ചിലപ്പം ഒരു ചെറിയ ബോട്ടിലും കൂടെ കാണും കേട്ടോ. ഇതിൽ കൊള്ളാതെ വരുമ്പം അത്രയാണ് ഞാൻ ചെയ്തത്. മിക്കവാറും ഈ ഒരു ബോട്ടിലെ കാണത്തുള്ളൂ. ഇതിലാണ് നിറച്ച് വെക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എന്താ ഒരല്പം ഇതിൽ ബാക്കിയുണ്ട്. ഇതിനിപ്പോൾ ഈ കവറിനകത്തേക്ക് ആക്കാനായിട്ടില്ല. നമുക്കപ്പോൾ ഒരു കൊച്ചു ബോട്ടിൽ ഇതുപോലെ ഗ്ലാസ് ജാറിലേക്ക് ഞാൻ ആക്കി കൊടുക്കും, ചെറുത്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാനത് മാറ്റും. പിന്നെ ഇനി ഞാൻ ഈ ബാക്കി വന്നിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ ഉടനെ ചെയ്യുന്ന കറികൾക്കെല്ലാം ഇതിൽ നിന്ന് ഞാൻ എടുത്ത് ഉപയോഗിക്കും. അല്ലാതെ ഞാൻ കഴുകി കളയില്ല കേട്ടോ. നമ്മൾ കുറേ സമയം ചിലവഴിച്ച് ചെയ്തെടുത്തിട്ടുള്ളതല്ലേ. പിന്നെ ഇതാ ഈ സിപ്ലോ കവർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് ഇടാം. നല്ല കവറുകളാണ് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. നല്ല ഡബിൾ ലോക്ക് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കവറാണ് കേട്ടോ ഇത്. ഇതില്ലാത്തത് കൊണ്ട്, അതിൻ്റെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബോട്ടിലൊക്കെ നേരത്തെ ആക്കി വെച്ചത്. അതുകൊണ്ടാണ് ഇത് നിറയ്ക്കുന്നത്. നമുക്ക് ഈ വീഡിയോ എടുത്തിട്ട് ആ പറഞ്ഞ കമൻറ്റ് ആരാണോ ഇട്ടത് അവർക്ക് അവരുടെ ഡൗട്ട് തീരും എന്ന് വിചാരിക്കുന്നു. അവർക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇങ്ങനെയാണ് ഒരു സ്റ്റോറേജ് ബോക്സിൽ വെക്കുന്നത്. ഈ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി ഞാൻ ഇതിനകത്ത് പീൽ ചെയ്തെടുത്താണ്. ചെറിയ ഉള്ളി ഞാൻ കൈകൊണ്ടാണ് ചെയ്തത്. ചെറിയ ഉള്ളി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ചെയ്യാറുണ്ട്, അപ്പോഴത്തെ ആവശ്യത്തിനൊക്കെ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന മറ്റേ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ആദ്യത്തെ വീഡിയോയിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ പരിഭവപ്പെടരുത്, പരാതിപ്പെടരുത്. ഞാൻ ഉടനെ തന്നെ എല്ലാ വീഡിയോയ്ക്കും ഞാൻ കമൻറ്റ് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമായിരിക്കുകയാണ്. താങ്ക് യു.